ഹലോ ഹായ് നമസ്കാരം. നമുക്കിന്നൊരു പരിപ്പ് പായസം ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു 250 ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് വറുത്ത് തരാം. അപ്പോൾ ചെറിയ ഫ്രൈ പാൻ വെച്ചു, ചൂടായി വന്ന് അതിൽ പരിപ്പ് ചേർത്തു നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു കളർ മാറുന്നൊന്ന് വറുത്തെടുക്കാം. പരിപ്പൊക്കെ നല്ല വറുത്ത് കഴിഞ്ഞു. ഇനി ഒരു കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ വെച്ച് 3 വിസിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഫ്രൈ പാൻ വെച്ചു, 1 സ്പൂൺ നെയ്യും ചേർത്ത് ആ തേങ്ങ കൊത്തിട്ട് അയറ്റിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ മാറി വന്നു. കുറച്ച് അണ്ടിപ്പരിപ്പും ചേർക്കാം. അതിൻ്റെ കളർ മാറുന്നവരൊന്ന് അയറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് മുന്തിരി ചേർക്കാം. മുന്തിരിയും ചേർത്ത് അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രം വെച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പം ഞാനിതിൽ 400 ഗ്രാം ശർക്കരയാണ് എടുത്തത്. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ലോണം ഉരുക്കിയെടുക്കാം. ശർക്കരയൊക്കെ നല്ല ഉരുക്കി വന്നു. വേവിച്ച് വെച്ച പയറും പാത്രത്തിൽ മാറ്റി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരയും ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. നല്ലോണം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. കൈയെടുക്കാതെ തന്നെ ഇളക്കണം. നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കാം. കൈ മാറ്റാതെ തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പയർ വേവത്തില്ല. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഏലക്കായ പൊടിച്ചതും കുറച്ച് ചുക്ക് പൊടിയും ഇതൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം ഇളക്കണം. അപ്പോൾ നല്ലൊരു ഇളക്കി അത്യാവശ്യം നല്ല വറ്റി വന്നിട്ടുണ്ട്. നല്ലോണം ഇളക്കിയ ശേഷം ഒരു 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്ത ശേഷം കൈയെടുക്കാതെ തന്നെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി 2-ാം പാൽ ചേർക്കാം. 2-ാം പാൽ ചേർത്ത് നല്ലോണം ഇളക്കണം. കൈയെടുക്കാതെ തന്നെ ഇളക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് 2-ാം പാൽ ചേർക്കാം. 2-ാം പാൽ ചേർത്ത് അതിൽ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. തിളക്കാൻ പാടില്ല. 2-ാം പാൽ വെച്ച ശേഷം തിളക്കാൻ പാടില്ല.
നമ്മൾ പായസമൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.